നമ്മളിന്ന് ഷോണിമൻ്റെ വെഡിങ് ഈവ് അല്ലേ, വെഡിങ് ഈവ് അല്ലേ, വെഡിങ് ഈവ് ചെയ്യാൻ പോവാം കേട്ടോ. എങ്ങനെയാണ് വേണ്ട മോളെ? ഭയങ്കര സിമ്പിളായിട്ട് മതി, ഒരുപാട് ഹെവി ആവാതെ ഉള്ള ഫീച്ചേഴ്സിന് തന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ സിമ്പിളായിട്ട് ലെഹങ്ക അല്ലേ, കോസ്റ്റ്യൂം നല്ല കളറ്, ഒനിയൻ ഷെയ്ഡ്, കുറേ തരം ഒണിയെന്നും പറയാൻ പറ്റില്ല, ഒരു ലാവൻഡറിന്റെ ഒരു ഷെയ്ഡ്. എനിക്ക് ഫോട്ടോയിൽ കണ്ടപ്പോൾ ഒണിയനായിട്ടാണ് തോന്നിയത്. അപ്പം ഫ്രീ ഹെയർ അല്ലേ കൊടുക്കുന്നത്? നാളെ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? നാളെ വരും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഷോണിമ റെഡി ആയി കഴിഞ്ഞാൽ നോക്കാം കേട്ടോ. ഹെയർ തോ ഫ്രീ ഇന്നാണോ അതോ നാളെ? നാളെ. അതെന്താ ഇപ്പം ഈ ഡേറ്റ് ആരും തലേന്ന് ചെയ്ത് വെക്കാത്തത്? മുമ്പൊക്കെ കുട്ടികൾ തലേന്നായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. സെറ്റ് മുണ്ട് കൊടുത്തിട്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ സാരി ഉടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ കാല് പിടിച്ച് കഴിയുമ്പോൾ ആ പെർഫെക്ഷൻ അങ്ങ് പോകുമല്ലോ, ആ സംഭവം ഉണ്ടാവില്ലായിരുന്നു. അധിക കുട്ടികളും മെജോറിറ്റിയും പണ്ട് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് വരുന്ന എല്ലാ ബ്രൈഡ്സും സെയിം ഡേ തന്നെ ചെയ്യുന്ന കാണുന്നത്. അതെന്താണോ ഒരു മാറ്റം വന്നത് കേട്ടോ. ഇല്ല ഞാൻ 4 പറഞ്ഞാലേ അപ്പോഴേക്ക് ഫ്രീ ആവുള്ളൂ. 5 മണിയാകുമ്പോഴേക്കും നമ്മളെത്താം. എൻ്റെ കസിൻ്റെ ഹസ്ബൻഡിൻ്റെ കെയർ ഓഫിൽ അവരെ പട്ടാമ്പിയ. ഇന്ന് ഫ്ലവേഴ്സ് ഒന്നും വെക്കുന്നില്ലല്ലോ? ഞാൻ വീഡിയോസ് കാണാറുണ്ട് ഇൻസ്റ്റ. അങ്ങനെയാണോ നമ്മളടുത്ത് എത്തിപ്പെട്ട്? ഇനിയൊന്നും വേദന ഉണ്ടായി, കാരണം അത് നമുക്ക് മൾട്ടി ടാസ്കിങ് ആയതുകൊണ്ടാ. കാരണം എന്തായാലും നമ്മൾ ക്രിംപ് ചെയ്യും. അപ്പം കണ്ടീഷണർ ചെയ്യാത്ത മുടിയിൽ ക്രിംപ് ചെയ്യുമ്പം ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേ സ്ഥാനത്ത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഷാമ്പു വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയറിൻ്റെ pH ലെവലിൽ ഡിഫറൻസ് വരും. അതിനെ ബാലൻസ് ചെയ്യാനാണ് കണ്ടീഷണർ കൊടുക്കുന്നത്. ആ കണ്ടീഷണർ കൊടുത്തില്ലെങ്കിൽ അത് ആ രൂപത്തിന് നിൽക്കും. അതിൻ്റെ മേലേക്കാണ് നമ്മൾ ഈ ഹീറ്റ് കൊടുക്കുക. അപ്പം ഹെയർ ചിലപ്പം ഡാമേജ് ആവും. അപ്പം ഞാനെപ്പോഴും എൻ്റെ ബ്രൈഡിനോട് കണ്ടീഷണർ ചെയ്തോളാം പറയാം. ആക്ച്വലി ഇതുപോലെ തിന്നായിട്ടുള്ള ഐബ്രോ ആണ് ഇത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് പോയി. അതിൻ്റെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഐബ്രോയിൽ നമ്മൾ ഇത്രയും ഭാഗം മാത്രം റിമൂവ് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെരുകാൻ ശരിക്കും തിക്കായിട്ട് തോന്നാൻ ചെയ്യാം. ഇതിപ്പോൾ ഒന്നും ചെയ്തില്ലല്ലോ. അതിന് ഓവറൊന്നും ചെയ്യരുത്. ഈ 2-3 എടുക്കാനുണ്ടാവുള്ളൂ. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരേ ഭാഗത്തേക്ക് മാറും, സ്പ്രെഡ് ചെയ്ത് കിടക്കണതിന് പകരം. അങ്ങനെ വരുമ്പോൾ ശരിക്കും നമുക്ക് കുറച്ചും കൂടെ വോളിയം തോന്നിക്കുക ചെയ്യുക. ശരിക്കും ഇങ്ങനെയുള്ളവരാണ് ശരിക്കും ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ തിക്കരിക്കാൻ ഉള്ള ഫീല് വരും. ഇതിലാവുമ്പം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഷേപ്പിനെ തന്നെ പിടിച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് ഇയാളുടെ ഹെയറിൻ്റെ പുറത്ത് കളർ കൊടുക്കുക അപ്പം ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ മൊത്തം മേക്കപ്പ് വരുമ്പോഴേ ബാക്കി എല്ലാ ഭാഗവും കയറുമ്പോൾ പിരികെ ഒട്ടും ഇല്ലാണ്ടായാലും ഫോട്ടോയിൽ വരുന്ന സമയത്ത് അവിടെ ഒരു കാലിയായ ഫീല് വരും, ഒന്നുമില്ലാണ്ട്. അത് ഫ്രഷ് പീസാണ് തോന്നുന്നത്. നല്ല തെളിച്ചുണ്ട്, നല്ല തിളക്കമുണ്ട്. മറ്റേ ചിലതൊക്കെ ഭയങ്കര ഡള്ളായിട്ടുണ്ടാവും. പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കോൺഷ്യസ് ആയി തരും. വെറുതെ ഞാൻ പ്ലസൻ്റ് ആവണമെങ്കിൽ ഞാൻ ആയിക്കോളാം. അതെ, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സൈഡ് നമ്മളെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഹെയറും. ഇത് ഈ സൈഡ് പാർട്ടീഷൻ ഭംഗിയില്ല. പക്ഷെ നമ്മളിവിടെ പൊക്കിയിട്ട് ചെയ്ത് നോക്കി, അപ്പോഴും ഇയാൾക്ക് ഭംഗി വരുന്നില്ല. അതാ ഭംഗി വരുന്നത്, ഇതൊരു ഭംഗി വരുന്നില്ല. ഇതെന്ത് ഇവിടെ ഒരു ഭയങ്കര വലിയ നെറ്റിയുള്ള ഒരാളുടെ ഫീല് അല്ലേ? പക്ഷെ അങ്ങനെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അങ്ങനെ ഭയങ്കര നെറ്റിയുള്ള ഒരാളായിട്ട് തോന്നണമെന്നില്ല. പക്ഷെ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഹൈലൈറ്റ് ചെയ്തല്ലേ നെറ്റി ഭാഗം അവിടെ മാത്രം എന്തോ ഒരു പ്രശ്നം. എന്നിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ നോക്കാം, നമുക്കിപ്പോൾ വെക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഫൈനൽ കാണിച്ചതിന് ശേഷം ഒപ്പീനിയൻ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാണ്ടിരുന്നത് കേട്ടോ.
മുടി കുറച്ച് ഫ്രണ്ടിലേക്ക് വരണോ അതല്ല ഇങ്ങനെ തന്നെ? കുറച്ച് ഫ്രണ്ടിലോട്ട്. ഏത് ഈ സൈഡാ? ഷോൾ എങ്ങനെയാണെന്ന്? വൺ സൈഡ് ആയിട്ട് ഇടുന്നത്. ഷോളിലും കുറച്ച് വർക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിലാണ് ഷോള് വരിക, ലെഫ്റ്റില്. അപ്പം മുടി ഇടുന്നത് ഈ സൈഡിലേക്ക് ആക്കാം. ഈ സൈഡിലേക്കാണ് നന്നാവുക. വേറെ ചെയ്താൽ മതി. മറ്റേത് നമ്മുടെ ഫേസും ഹെയറും കഴിഞ്ഞു. എന്ത് തോന്നുന്നു? ഇഷ്ടമായോ? ഓക്കെ. ഭയങ്കര മാറിയ പോലെ ഒന്നും തോന്നുന്നില്ലല്ലോ? ഇല്ല, ഒരുപാട് ഓവറായിട്ടില്ല. പ്രത്യേകം ഞാൻ വിചാരിച്ച പോലെ ഭയങ്കര ഹെവി ആവാതെ സിമ്പിളായിട്ട് തോന്നുന്നു. താങ്ക് യു. ഇനി എന്തേലും മാറ്റം വരുത്തണമെന്ന് അറിയാനാണ് ഇപ്പോൾ ചോദിച്ചത്. ഒരു ചെറിയ പൊട്ട് വേണമെങ്കിൽ പൊട്ട് വെക്കണം, അത് നിർബന്ധമായിട്ട് വെക്കേണ്ടതാണ്. അതെന്തായാലും നമ്മൾ ആഡ് ചെയ്തിരിക്കും. അതല്ലാതെ വേറെ എന്തെങ്കിലും ഓക്കെയാണ്. ലാഷസ് ഞാൻ കാണിച്ചത് അങ്ങനെ പറയാവോ? പോസ് എന്ന് പറയരുത്. അപ്പോൾ കുട്ടി നാച്ചുറലായിട്ട് അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും, എല്ലാം കൂടെ കഴിയുമ്പോൾ ഒരു പോസാവും. എത്ര മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിരുന്നേ? 3 മണി. ഇവിടെ എത്തി എത്ര മണിക്കാ? 1 മണി കഴിഞ്ഞ്. ഞാൻ എത്ര മണിക്കാ വരണം പറഞ്ഞിരുന്നു? 12. നമ്മൾ എത്ര മണിക്കാ റെഡി ആക്കി കഴിഞ്ഞ്? 2:45. അതാണ് നമ്മള് നേരം വൈകി വന്നാണ്. നാളെ നേരം വൈകരുത് കേട്ടോ. നാളെ ഇതേപോലത്തെ മാജിക് ഒന്നും നടക്കൂല. നാളെ കാരണം സാരിയും ഒക്കെ കൂടെ വരുമ്പോ എന്തായാലും നമുക്ക് ടൈം ഉണ്ട്. നാളെ നേരത്തെ എത്തും. അപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളി. ഇഷ്ടമായോ? ഞാൻ വിചാരിച്ച പോലെ കിട്ടി. സമാധാനായി. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. സമാധാനം. ഇനിയിപ്പോൾ നാളത്തേക്കൊരു സമാധാനം ഉണ്ടല്ലോ അല്ലേ? നാളെ പക്ഷെ ദിനം കുറച്ചും കൂടെ ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. അപ്പം ഇന്ന് ഏതായാലും പരിപാടി അടിച്ചു പൊളിച്ചിട്ട് രാത്രി കിടന്ന് ഉറങ്ങണം കേട്ടോ. കാരണം കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ ബ്രൈഡ്സ് ആരും ഉറങ്ങാത്ത ബ്രൈഡ്സ് ആയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ബ്രൈഡ്സ് ആരും ഉറങ്ങിയിട്ടില്ല. ഒരു കുട്ടി തീരെ കടന്നിട്ട് പോലും ഇല്ല. അങ്ങനെ നേരെ ഒരുങ്ങാൻ വന്ന. എന്നിട്ട് അവള് പറഞ്ഞ ലാഷസ് നൂരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല വെറുതെ, കാരണം കിടന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്തായാലും ആ ഒരു ക്ഷീണം നമ്മുടെ ഫേസിൽ കാണിക്കും. മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കാം. രാത്രിത്തെ പരിപാടി പെട്ടെന്ന് ഹോളായതുകൊണ്ട് വേഗം ചെയ്യും. അപ്പം നാളെ നേരത്തെ കാലത്തെ നല്ല കുട്ടിയായിട്ട് വരാം. ഷാമ്പു വാഷൊക്കെ ചെയ്തിട്ട്. അപ്പം നമുക്ക് നാളെ കാണാം. ഓക്കെ.